ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവതരിപ്പിക്കുന്ന നാടകം ആരാണ് ഇന്ത്യക്കാർ. രചനാ സംവിധാനം റഫീഖ് മംഗലശ്ശേരി. ഗാനങ്ങൾ എം സജീന്ദ്രൻ, കരിവെള്ളൂർ മുരളി. സംഗീതം കോട്ടക്കൽ മുരളി. കലാസംവിധാനം പ്രണേഷ് കുപ്പിവളവ്, അനിൽ തച്ചണ്ണ. പാടിയത് ടി.കെ. ചന്ദ്രശേഖരൻ, ലതാജി, സുരേഷ് പുല്ലാട്ട്, അതുൽ നറുകര. ഇന്ത്യ എന്റെ രാജ്യമാണ്. എന്താണ് അതിന്റെ പേര്? എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീറ്റർ, എന്താണ് നിന്റെ പേര്? പേര് പറയടാ. എന്താണ് നിന്റെ പേര്? നീയൊന്നും പേര് പറയണ്ട. നിന്റെ പേരും കുലവും നിന്റെ ശരീരത്തിലെ ചില അടയാളങ്ങൾ നോക്കി ഞങ്ങൾ കണ്ടെത്തിക്കോളാം. അഴിക്കടാ, അഴിക്കടാ നായ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്.
അഭയാർത്ഥിയാണെനിക്കു പേര് ഇനി യാത്ര പറയട്ടെ അഭയാർത്ഥിയാണെനിക്കു പേര് തിരിച്ചവേ ചുയരുവാൻ തുടങ്ങുന്ന മണ്ണേ സ്വപ്നവേഗങ്ങൾക്ക് മൊഴി തന്ന മണ്ണേ കൽവിന്റെ സങ്കടമൊഴിപ്പിച്ച മണ്ണേ നെഞ്ചോട് ചേർത്ത് നനയുന്ന മണ്ണേ ഇനി യാത്ര പറയട്ടെ മണ്ണില്ലയിച്ചവർക്കെന്ത് പൗരത്വം ഏതാണ് ദേശം വിദേശം സാറേ, എന്റെ ഉപ്പയെയും ഉമ്മയെയും കബറടക്കാൻ മണ്ണായത്. ഇതിന്ന് ഒരു പിടി ഞാൻ എടുത്തോട്ടെ. പാപ്പയും വല്യമ്മ വല്യുപ്പ കബറുകൾ സുരക്ഷിതം നിന്നിൽ ഉമ്മയും പാപ്പയും വല്യമ്മ വല്യുപ്പ കബറുകൾ സുരക്ഷിതം നിന്നിൽ എന്റെ വംശാവലി ചോരലി മണ്ണിൽ തളിർക്കട്ടെ പൂക്കട്ടെ വീണ്ടും എന്റെ വംശാവലി ചോരലി മണ്ണിൽ തളിർക്കട്ടെ പൂക്കട്ടെ വീണ്ടും ഇനി യാത്ര പറയട്ടെ പൂക്കളോട് ഇനി യാത്ര പറയട്ടെ പൂക്കളോട് എന്റെ ഹൃദയം നിറഞ്ഞ് പിറന്നുള്ള മണ്ണിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ടു പോകുന്ന ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അബ്ദുൾ അസീസ്. നിന്റെ കാറ്റിനോട് അബ്ദുൾ അസീസ് ഇങ്ങനെ മുടക്കി നടക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സങ്കടമൊളിപ്പിച്ച മണ്ണെ തീവ്രവാദികളുടെ വെടിയേറ്റ് തകർന്നു പോയതാണ് ആ കാല്. ഇനി യാത്ര പറയട്ടെ ഒരിക്കലും ഈ രാജ്യം ആ മനുഷ്യന് വിശിഷ്ട സേവാമിടം നൽകി ആദരിച്ചിരുന്നു. എനിക്കു പേര് ആ മനുഷ്യയാണിപ്പോൾ വീടും നാടും നഷ്ടപ്പെട്ട് എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി പോകുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇവിടെ ആര് നിൽക്കണം, ആര് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതനുസരിക്കുന്നതാണ് രാജ്യസ്നേഹം. അത് മാത്രമായിരിക്കണം രാജ്യസ്നേഹം. അനുസരണ. ഒരൊറ്റ രാജ്യം, ഒരൊറ്റ മതം, ഒരൊറ്റ ഭാഷ, ഒരൊറ്റ സംസ്കാരം. അതെ, ഒരൊറ്റ സംസ്കാരം. ജീവപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്കിടയിൽ ഏതാണ്ട് 2 ലക്ഷം
വർഷം മുമ്പ് ആഫ്രിക്കയിലാണ് ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടത്. ഭക്ഷണം തേടിയുള്ള പ്രയാണത്തിനിടയിൽ 60,000 വർഷങ്ങൾക്ക് മുമ്പ് അവരിൽ ഒരു വിഭാഗം ആദ്യമായി ഇന്ത്യയിലും എത്തി. 6,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാനിൽ നിന്ന് വന്ന കൃഷിക്കാർ, 5,000 വർഷം മുമ്പ് ഇന്നത്തെ റഷ്യൻ പ്രദേശത്തെ പുൽമേടുകളിൽ നിന്നും കുതിരകളും രഥങ്ങളുമായി കുടിയേറിയവർ ആര്യന്മാർ. ഇങ്ങനെ വന്നവർ, കൂടിച്ചേർന്നവർ, ഒരുമിച്ച് കഴിഞ്ഞവർ, ഇവരുടെ സങ്കരവർഗമാണ് ഇന്നത്തെ ഇന്ത്യക്കാരായ നമ്മൾ. ഞരമ്പുകളിലൂടെ പല വംശങ്ങളുടെ ഇടകലർന്ന ചോര ഒഴുകുന്നവർ. ഇവരെ എങ്ങനെയാണ് മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ വിഭജിക്കാനാവുക? ആരാണ് ഇന്ത്യക്കാർ, ആരാണ് വിദേശികൾ? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവതരിപ്പിക്കുന്നു നാടകം ആരാണ് ഇന്ത്യക്കാർ. പല കാലം പല പല ദേശം, പല പല ഭാഷകൾ പല വേഷം. പല കാലം പല പല ദേശം, പല പല ഭാഷകൾ പല വേഷം. പല ദൈവം ദൈവനിഷേധം, പല പല ദർശന സാകല്യം. പല ദൈവം ദൈവനിഷേധം, പല പല ദർശന സാകല്യം. പല പല ദർശന സാകല്യം. പൊലിമകളെല്ലാം നവഭാരതമായി പുലരുന്നു. പല പൂർണ്ണത ചേർന്നൊഴുകുന്നു സിന്ധു നദീതട സംസ്കാരം. പലമകളുടെ പൊലിമകളെല്ലാം നവഭാരതമായി പുലരുന്നു. പല പൂർണ്ണത ചേർന്നൊഴുകുന്നു സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം. അഭയാർത്ഥികൾ നാം എല്ലാവരും, അതിനാൽ നാം ഇവിടെ തന്നെ പോകും. അതിനാൽ നാം ഇവിടെ തന്നെ മരിക്കും. തനിമകളുടെ പേര് കിടന്നാൽ അഭയാർത്ഥികൾ നാം എല്ലാവരും, അതിനാൽ നാം ഇവിടെ തന്നെ പോകും. അതിനാൽ നാം ഇവിടെ തന്നെ മരിക്കും. 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 ഇത് വെറും ആക്രിക്കടയല്ല, പുതിയ ഏത് സാധനങ്ങളും ആക്രിയാക്കി വിൽക്കുന്നു. ഈ ഗോപാൽജി ഇന്നാ കൊണ്ടുപോയി തൂക്ക്. തൂക്ക്. പല തലമുറയുടെ യുക്തിവിചിന്തനം, അവരുടെ ശാസ്ത്ര സമീകരണങ്ങൾ. പല തലമുറയുടെ യുക്തിവിചിന്തനം, അവരുടെ ശാസ്ത്ര സമീകരണങ്ങൾ. പല ജനതയുടെ സത്യാന്വേഷണം, അവരുടെ പോരാട്ടത്തിൻ പൊലിമകൾ. പല ജനതയുടെ സത്യാന്വേഷണം, അവരുടെ പോരാട്ടത്തിൻ പൊലിമകൾ. ഒക്കെയടിച്ചു പരത്തിയൊതുക്കും പക്കു ചുളുങ്ങിയതൊക്കെ എടുക്കും. ഒക്കെയടിച്ചു പരത്തിയൊതുക്കും പക്കു ചുളുങ്ങിയതൊക്കെ എടുക്കും.
ഇതൊരാക്രാന്തത്തിൻ കച്ചവടക്കട. ആക്രിക്കട ഇതൊരാക്രാന്തത്തിൻ കച്ചവടക്കട. യവന്മാരിതെല്ലാം തല്ലി തകർത്തു. മതേതരത്വം, ജനാധിപത്യം എല്ലാം തകർത്തു. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, ചുപ്പ് രഹോ. ക്യാ ബോലാ? ക്യാ ബോലാ? ഞാനൊന്നും പോലില്ല. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഗോപാലട്ട വിളിക്കുന്നത്. ഞാൻ ഗോപാൽജി ഹോ. അതെപ്പോ? അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയ സാനുക്കളിലെ ഇരുണ്ട ഗുഹകളിൽ ഞാൻ കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു അരുളപ്പാടുണ്ടായി. വത്സ, എന്തോ? നിന്നെയാ കണ്ടി, എന്നെയാ. നീ ഇങ്ങനെ തപസ് ചെയ്തിരിക്കേണ്ടവനല്ല. ഉത്തിഷ്ഠത, ജാഗ്രത. മാറി നിൽക്കടാ. ഒരു പഞ്ച് ഡയലോഗാണ് അവൻ വേറെ കയറിയിരിക്കുന്നത്. വത്സ, നീ നാട്ടിലേക്ക് മടങ്ങൂ. രാജ്യത്തെ സേവിക്കൂ, ജനങ്ങളെ സേവിക്കൂ. ഈ ആക്രിക്കട ഏറ്റെടുത്ത് നടത്തുമെന്ന്. എത്ര മനോഹരമായ തള്ള്. ധനിറാം, രാജസ്നേഹം കുറയുന്നു. നിങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടിരുന്നു. നിങ്ങൾ ഈ കട ഏറ്റെടുത്ത പിന്നെ ഇതിന്റെ അവസ്ഥ ദുരവസ്ഥയാണ്. നേരം വെളുത്ത് ഇത്രയും സമയമായിട്ട് കൈനീട്ടം പോലും വിറ്റിട്ടില്ലെന്ന്. ഇതെങ്കിലും ഒന്ന് വിറ്റാ മതിയായിരുന്നു. എടാ മണ്ട, അത് നിന്നോട് ആരാ പറഞ്ഞു ഇതെല്ലാം വിൽക്കാനുള്ളതാണെന്ന്? എടാ, ഇതൊക്കെ ഒരു ഷോ അല്ലേ? അതായത് ഒരു മറ. ഇതിന്റെ മറവിലാണ് നമ്മളിവിടെ പലതും വിൽക്കാൻ പോകുന്നത്. അതെടുക്ക്. പഠന 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 വായിക്കടാ, വായിക്ക്. മതേതരത്വം. മതേതരത്വം. ഇതിലെ മതം നമ്മൾ വിൽക്കും. മതേതരത്വം വിറ്റാൽ ഈ കട വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അതെടുക്ക്, വേഗം എടുക്ക്. പഠന പഠന. ഗോപാൽജി, ശാസ്ത്രബോധം. ശാസ്ത്രബോധം. ഇതിലെ ശാസ്ത്രം നമുക്ക് വേണം, ബോധം വേണ്ട. നമ്മുടെ ശാസ്ത്രം പക്ഷിശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, വാസ്തുശാസ്ത്രം, പിന്നെ ഗൗളിശാസ്ത്രം. ഇതിനൊന്നും ബോധം വേണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആളുകളെ പറ്റിക്കാനും കഴിയുന്നുണ്ട്. രാജസ്നേഹം കുറഞ്ഞു വരുന്നു. കുറയുന്നുണ്ടോ? കുറയുന്നുണ്ട്. നിങ്ങൾ മുമ്പേ കുറെ ശാസ്ത്രമൊക്കെ പറഞ്ഞില്ലേ? അതെ. പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, വാസ്തുശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം. ഈ കെട്ടുകഥകളൊക്കെ ശാസ്ത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ നടത്തുന്നുണ്ടല്ലോ. എന്താ അത്? അതാണ് ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനം, സയൻസ് കോൺഗ്രസ്. അതാ കോൺഗ്രസ്? അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൽ വെക്കല്ലേ നിങ്ങൾ ഈ കെട്ടുകഥകളൊക്കെ ശാസ്ത്രമാക്കുന്നത്? ഇതൊന്നും കെട്ടുകഥകളല്ല ധനിറാം. നമ്മുടെ രാവണനില്ലേ? തെങ്ങേറാൻ വരുന്നയാളാ? ഓ, നമ്മുടെ 10 തലയുള്ള രാവണൻ. ഓ, സീതേനെ അടിച്ചുകൊണ്ട് പോയ രാവണൻ. അത് തന്നെ. അദ്ദേഹത്തിന് വിമാനം ലാൻഡ് ചെയ്യാൻ 12 വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. 12 തലയുള്ള രാവണന് 10 വിമാനത്താവളം. ഇവിടെ 10 തലയുള്ള രാവണൻ. അദ്ദേഹത്തിന് വിമാനം ലാൻഡ് ചെയ്യാൻ 12 വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ കാട്ടില് ലങ്കയില് 12 വിമാനത്താവളം. ഗോപാൽജി, നിങ്ങളെ സമ്മതിക്കണം. എന്ത് വിടലാ നിങ്ങൾ വിടണത്? 12 വേണ്ട, ഒരു വിമാനത്താവളം, ഒരു ഇരുമ്പിന്റെ കഷ്ണമെങ്കിലും കാട്ടിത്തരുമോ? പിന്നെന്താ, എത്ര വേണേലും കാണാം. ധനിറാം, ഇതൊക്കെ രാജസ്നേഹം കുറഞ്ഞു വരുന്നു. ഇതൊന്നും ഞങ്ങള് കണ്ടെത്തിയതല്ല, ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ്. നീ അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. അതായത് BC 7-ാം നൂറ്റാണ്ടിൽ. എത്രയാം നൂറ്റാണ്ടാ? BC ആണോ AD ആണോ? എന്തായാലും BCC അല്ല. അന്നത്തെ കാലത്ത് മഹർഷിമാർ വിമാനത്താവളം ഉണ്ടാക്കിയതിന്റെ തെളിവുകളെ ഇപ്പോഴും ഉണ്ട്. എന്റെ ഗോപാൽജി, ഇതൊക്കെ പറഞ്ഞാൽ ഈ ആളുകൾ വിശ്വസിക്കോ? ഞങ്ങള് വിശ്വസിക്കുന്നില്ല, പക്ഷെ ഈ ജനമുണ്ടല്ലോ, അവര് വിശ്വസിക്കും. എന്നാലേ നിങ്ങളുടെ ഈ വിഡ്ഢിത്തങ്ങളും കെട്ടുകഥകളൊന്നും വിശ്വസിക്കാത്ത ഒരു മണ്ണുണ്ട്. അതേത് മണ്ണ്? നവോത്ഥാനത്തിന്റെ മണ്ണ്. നവോത്ഥാനം ഇതൊരു പുരാവസ്തുവാണ്. വലിയ വായിൽ പറയാൻ കൊള്ളാം. നമ്മുടെ ഈ ആക്രിക്കടയിലല്ലാതെ വേറെ എവിടെയാ ധനിറാം ഈ നവോത്ഥാനമുള്ളത്? ഉണ്ട്. ഒരുപാട് നവോത്ഥാന നായകർ ഉഴുതുമറിച്ച ഒരു മണ്ണുണ്ട്. അതേത് മണ്ണ്? വാ, വന്ന് കാണ്. ഒരു ജാതി
ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. മതത്തേക്കാൾ പ്രധാനം മനുഷ്യത്വമാണെന്നും അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് ഗുണത്തിനായി വരേണമെന്നും ഏവരും സോദരത്വേന വാഴുന്ന നാടാവണം നമ്മുടേതെന്നും ആഹ്വാനം ചെയ്ത നാരായണ ഗുരു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുവിന് ഒരു മുഴം മുമ്പേ നടന്ന അരുമ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ. എങ്കടെ മക്കൾക്ക് വിദ്യയില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് കൊയ്യാനുമില്ല എന്ന് പ്രഖ്യാപിച്ച് സവർണർ മാത്രം സഞ്ചരിച്ചിരുന്ന രാജപാതയിലൂടെ വില്ലുവണ്ടി പായിച്ച ധീരനായ പോരാളി അയ്യങ്കാളി. ദളിതരുടെ ശബ്ദം ഉറക്കെ ഉറക്കെ കേൾപ്പിച്ച പൊയ്കയിൽ അപ്പച്ചൻ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപരുതിയ വക്കം മൗലവി, വീട്ടി ഭട്ടതിരിപ്പാട് തുടങ്ങി എത്രയോ നവോത്ഥാന നായകർ ഉഴുതുമറിച്ചിട്ട മണ്ണാണിത്. എന്നിട്ടിപ്പോ എന്തായി? കാണ്, കണ്ണ് തുറന്നു കാണ്. അവർ നമ്മുടെ മുഖത്ത് തുപ്പുന്നു, അവർ ചിരിക്കുന്നു. ആരാണവർ? അതിനാരാണവർ? അവർ തുപ്പുമ്പോൾ നിർവൃതിയോടെ നിൽക്കാനാളുണ്ടിവിടെ. അവർ തുപ്പുമ്പോൾ നിർവൃതിയോടെ നിൽക്കാനാളുണ്ടിവിടെ. അവർക്ക് തുപ്പാൻ വായ പൊളിച്ചു കൊടുക്കാനാളുണ്ടിവിടെ. അക്കോളാമ്പികൾ മിണ്ടുമ്പോഴ മോന്തക്കിട്ടു തൊഴിക്കൂ, അവരുടെ മോന്തക്കിട്ടു തൊഴിക്കൂ. ആക്രിവിലയ്ക്ക് പോലും വാങ്ങാനാവാത്ത വെറും വേസ്റ്റുകൾ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ. ആ വാതിലടച്ചേക്ക്. ഈ പുരാവസ്തുക്കളൊന്നും ഇനി പുറം ലോകം കാണരുത്. അമ്പേ ഭാരതാംബേ. കറക്റ്റ് സമയം. പശുവിന് കാര്യം പിടിയിട്ടു. വത്സ, മാതാവിന് പാലി കൊടുക്കൂ. അതിന് നിങ്ങളുടെ അമ്മയെ പണ്ടേ ആക്രിയാക്കി ഉപേക്ഷിച്ചതല്ലേ? എടാ, അത് പെറ്റതല്ല, ഇത് മാതാവ്. മാതാവ്. അപ്പൊ പശു നിങ്ങളുടെ അമ്മ. അച്ഛാ, അച്ഛ, അത് തന്നെ എനിക്കും അറിയണ്ട. നിങ്ങളുടെ അച്ഛനാണ്. രാജസ്നേഹം കുറഞ്ഞു വരുന്നുണ്ട്. അതെങ്ങനാ? ഇവരും വിദ്യാഭ്യാസം വേണ്ടേ? ഈ പറഞ്ഞത് നിങ്ങൾക്കും ഇല്ലല്ലോ. നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ഈ ഞാൻ
ഫീൽഡ് സയൻസിൽ ബിരുദാനന്തര ബിരുദം എടുത്തവനാണ്. എന്നിട്ട് അതിന്റെ ഗുണമൊന്നും കാണുന്നില്ലല്ലോ. ധനിറാം, സ്നേഹം. ഓ വത്സ, മാതാവിന് പാനി കൊടുക്കൂ. ദാഹിച്ച് തൊണ്ട പൊട്ടുന്നുണ്ടാകും. ഇങ്ങനെ കൊണ്ട് ഞാൻ ലോകത്തിൽ നിന്നും ദേവഗണങ്ങൾ കോപിക്കും. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഇന്ന് നിങ്ങളുടെ മാതാവിന് ഞാൻ വെള്ളം കൊടുത്ത് കൊല്ലും. ഗോപരിപാലനത്തിന്റെ പ്രസക്തിയെ പറ്റി ഈ മനുഷ്യന് ഇത് എന്തറിയാം? ആരാണ് ഈ പണ്ടാര പയ്യനോട് കൊണ്ട് കെട്ടിയത്? അയ്യോ, അത് പയ്യല്ല, മാതാവ്, ഗോമാതാവ്. ഇത് ചാണകമല്ല, നിവേദ്യം, നിവേദ്യം. നീ എന്താ ആളെക്കളിയൊക്കെ? ചാണകത്തിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പരീക്ഷണത്തിനായി ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെയാണെങ്കിൽ 10-20 ഗോമാതാക്കളെ ഞാനും വാങ്ങും. അതെന്തിനാ? മോള് വിവാഹപ്രായം അടുത്ത് വരികയാണ്. അപ്പൊ സ്വർണത്തിന്റെ ആവശ്യമൊക്കെ ചാണകത്തിൽ ഞങ്ങൾ നടത്താനും. നല്ല കാര്യം. കൂടാതെ ഈ ഗോമൂത്രം ഉണ്ടല്ലോ, പ്രഷറിനും ക്യാൻസറിനും സിദ്ധ ഔഷധമാണ്. മൂത്രം. അപ്പൊ ഇന്നാണ് നിങ്ങൾ പറഞ്ഞു ഈ സംസ്കൃതം പഠിച്ചാല് പ്രഷർ കുറയുന്നു. അത് മറ്റൊരു നഗ്നമായ സത്യം. നിങ്ങൾ ഈ നിവേദ്യമൊക്കെ തുടച്ചോണ്ട് ഇവിടെ ഇരിക്കെ, ഞാൻ മാതാവിന് വെള്ളം കൊടുത്തിട്ട് വരാം. പാനി കൊടുക്കൂ, പാനി കൊടുക്കൂ. എന്റെ ഒരു വിധി. ഗോപാജിയെ, ഗോപാജിയെ, രണ്ടുപേർക്ക് വരുന്നുണ്ട്. ഇന്ന് കച്ചവടം പൊടി കൊടുക്കും. നമസ്തേ, നമസ്തേ. എന്താ വേണ്ടത്? സാധനങ്ങൾ വേണം. പഴയ സാധനങ്ങളാ. പഴയ സാധനങ്ങൾ വിൽക്കാനല്ല എന്താ വേണ്ടത് പറഞ്ഞു. അതായത് ഞമ്മടെ കൂട്ടത്തെ കുട്ടികള് ഇപ്പൊ ഞമ്മടെ കൂട്ടത്തിൽ കൂടാതെ മറ്റ് പല ആളുകളുടെയും കൂടെ പോവാ, കുരുത്തക്കട്ട പിള്ളേര്. അപ്പൊ ഞമ്മടെ കൂട്ടത്തിലെ കുട്ടികളെ ഞമ്മടെ കൂട്ടത്തിൽ തന്നെ നിർത്താൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ കയ്യിലുണ്ടാവുമല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നാണ്. നല്ല നല്ല ആവേശം. ആവേശം വേണം. ഗുളിക മതിയ. അതൊന്നും അല്ലാതെ അരിഷ്ടം അല്ല. അങ്ങനത്തെ ഞമ്മളെ വിശദമായി പറഞ്ഞുതരാം. പണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇവിടെ അമ്പലത്തിൽ പോകാനും വഴി നടക്കാനൊന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലല്ലോ പണ്ട് കാലത്ത്. അപ്പൊ അതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ സാധനം ഈ വഴി നടക്കാനൊക്കെ ഉണ്ടാക്കിയ സാധനം ഇതാണ്. വഴി നടക്കാൻ കൈക്കോട്ട. അതൊന്നും അല്ലാതെ പണ്ട് നിങ്ങളെ കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്കൊന്ന് ഈ ഔറത്ത് മറച്ച് നടക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. ഔറത്ത്, അതായത് മാറി മറച്ച് നടക്കാൻ പറ്റിയിരുന്നില്ലല്ലോ പണ്ട്. അതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയത്. ഓ, മാറി മറയ്ക്കാനുണ്ടാക്കിയ അതല്ലേ. അത് റൗക്കയെന്ന്. ഇയാൾ എന്തൊരു മണ്ടനാണ്. ഞമ്മക്ക് ഇയാളോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, ഞമ്മക്ക് ഇക്കാനോട് ചോദിച്ചോക്കാം. എന്താണ് ഓരോ വിളിച്ചത്? ഇക്കാന്നോ? മൂപ്പര് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, വലിയ മനുഷ്യനാണോ? അതായത് വല്യക്കാക്ക. അമ്മേ, ഭാരതാമ്മേ, നിനക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കണം ഞാൻ. ഇല്ല വല്യക്കാക്ക, ഒരു കാര്യം പറഞ്ഞു. പണ്ട് ഇവരെ പോലുള്ള ആളുകൾക്ക് വീടും കുടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ. അപ്പൊ ഇവർക്ക് വീടും കുടിയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കുറെ ആളുകൾ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് വിളിച്ചു നടന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഞമ്മക്ക് വേണ്ടത്. ഇതുവരെ മനസ്സിലായില്ലേ? നമ്മളിവിടെ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള സാധനം. ഇത് മണ്ടന്മാരുടെ മണ്ടറങ്ങാൻ പറ്റിയാതാ തോന്നുന്നത്. അതൊന്നും അല്ലാതെ. അല്ല മക്കളെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്ന് വിശദമായിട്ട് ഒരാള് മുന്നിൽ നിന്ന് വിളിക്കുമ്പോ മറ്റാളുകളെ പിന്നീന്ന് വിളിക്കും. ഒരാള് മുന്നിൽ നിന്ന് വിളിക്കുമ്പോ മറ്റാളുകളെ പിന്നീന്ന് വിളിക്കും. മുന്നിൽ വിളിക്കുക, മുദ്രാവാക്യം. ഒരുപാട് അങ്ങോട്ട് ആട്ടല്ലേ. അതെ, ഇതൊക്കെ പഴയ സാധനമല്ലേ? നിങ്ങൾക്ക് എന്തിനാ ഇത്? നമ്മൾ ആദ്യം വന്നപ്പോ പറഞ്ഞില്ലേ, ഈ സാറ് ഞമ്മടെ കയ്യിൽ ഞമ്മടെ കുട്ടികള് മറ്റേന്റെ കൂടെ പോവാതെ ഞമ്മടെ കൂടെ തന്നെ നിൽക്കല്ലോ. എങ്ങനെ നിങ്ങളുടെ കൂടെ ഒരു കൂടെ പോണതിന് കാര്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാ ഈ ഞങ്ങൾക്ക് നല്ലത്. പക്ഷെ മക്കളെ, 4-5 ദിവസം മുമ്പ് ഞാനതെടുത്ത് കത്തിച്ച് കണ്ടിട്ടു. അതെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.
മൂപ്പരത് കത്തിച്ചു കളയുമെന്ന് നമുക്കറിയായിരുന്നു. മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കത്തിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 2-3 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് തരാം. മുത്തേ സത്തേ എന്താ വില? എന്തൊക്കെയുണ്ട് കച്ചവടങ്ങളൊക്കെ സുഖം തന്നെ? സുഖം. മുത്തേ സത്തേ സത്തിന്റെ മുത്തേ. ഇതങ്ങോട്ട് ആവേശത്തോടെ അങ്ങോട്ട് വായിക്കും. മറ്റാള് വായിച്ചോ? ഇജ്ജ് വായിച്ചാണ്ട് വളരെ നമ്മുടെ ആൾക്കാരുടെ വില കളിയാ വായിച്ചു. ഹിന്ദുബാധ ഈ 2-3 അക്ഷരമില്ല. എന്റെ മക്കളെ, അത് അങ്ങനെ ഒന്നുമല്ല വായിക്കണ്ടേ. അതിൽ 2 അക്ഷരം ചെതല് തിന്നു പോയതാ. അത് നല്ല ആവേശത്തോടെ ഉശിരോടെ വായിക്കണം. ഈ തന്നെ ഞാൻ വായിച്ചു തരാം. നിങ്ങളത് പറഞ്ഞു. ഈ പുരാ സിന്ദാബാദ്. വിളിച്ചോ ഈ ഗുലാബ് സിന്ദാബാദ്. ഈ ഗുലാബ് സിന്ദാബാദ്. ഈ ഗുലാബ് സിന്ദാബാദ്. ഈ ഗുലാബ് സിന്ദാബാദ്. ധനികോ, ഈ ആക്രി മുദ്രാവാക്യങ്ങൾക്ക് ഇത്രയും പവറോ? ഇൻകുലാബ് സിന്ദാബാദ് അത് വെറും 2 വാക്കുകൾ ചേർത്ത് വെച്ചതല്ല. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാതെ തൂക്കുമരത്തിന് കീഴിൽ നെഞ്ചു വിരിച്ച് മുറ്റിച്ചിരട്ടി ആ ധീര വിപ്ലവകാരി ഭഗത് സിംഗ് വിളിച്ച മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് സ്വാതന്ത്ര്യ സമര സേനാനികളായ ഞങ്ങളെ യുദ്ധ തടവുകാരായാണല്ലോ അന്ന് കാണുന്നത്. ആയതിനാൽ ഞങ്ങളെ തൂക്കിക്കൊല്ലുന്നതിനു പകരം മുമ്പിൽ നിന്ന് വെടിവെച്ച് കൊല്ലണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ബ്രിട്ടീഷ് സൈനിക മേധാവികൾക്ക് അങ്ങ് ഈ അഭ്യർത്ഥന കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരാണ് ഈ കിളിവാതിലുകളൊക്കെ തുറന്നു വെച്ചത്? അടച്ചിട്ട അവന്റെയൊക്കെ ഒരു ചരിത്രം ടിപ്പു സുൽത്താനെ ഞങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും വെട്ടിമാറ്റി. ഗാന്ധിജി സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് ഞങ്ങൾ വരുത്തി തീർത്തു. ചരിത്രം മാറ്റി എഴുതിയ ആ തോക്ക് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. മറക്കണ്ട. रघुपति राघव राजा राम पतित पावन सीताराम. ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ അവർ ഭയപ്പെടുന്നത് അവർ കൊന്ന ഗാന്ധിയെയാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വെടിയുതിർക്കുന്നത്. पतित पावन सीताराम. എത്ര നാൾ നമുക്കിങ്ങനെ നിശബ്ദരായിരിക്കാൻ കഴിയും? അച്ഛാ, ആ മോളെ, അച്ഛാ ഞാൻ കോളേജിൽ പോവാ. അതിന് സമരമൊക്കെ കഴിഞ്ഞ മോളെ? അതൊന്നും പെട്ടെന്ന് തീരില്ല അച്ഛാ. പരീക്ഷ എന്തായാലും നടത്തും. എന്നാ പിന്നെ അന്ന് പോയാ പോരെ? അത് പറ്റില്ല അച്ഛാ. വർദ്ധിച്ച ഹോസ്റ്റൽ വാടക കുറയ്ക്കാനും വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് നിലനിർത്താനും എന്റെ കൂട്ടുകാരൊക്കെ അവിടെ സമരം ചെയ്യുമ്പോ ഞാൻ എങ്ങനെ എവിടെ നിന്ന് പഠിക്കുക? മോളെ, അച്ഛൻ വിഷമിക്കണ്ട. അച്ഛന്റെ മോള് പഠിക്കും. പഠിച്ചു മിടുക്കിയോ. അച്ഛന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും.
വേണ്ട അച്ഛാ, അച്ഛൻ്റെ പൈസ ഇല്ലാന്ന് എനിക്കറിയാം. എന്തിനച്ഛാ കൂലി പോലും ഇല്ലാതെ ഈ ഗോപാലന്റെ കടയിൽ ഇങ്ങനെ ആട്ടും തുപ്പും സഹിച്ചു കഴിയണേ? മോളെ, അച്ഛനെ ഈ കട വിട്ടു പോകാനാവില്ല. നമ്മുടെ മുതുമുത്തച്ഛന്മാർ ചോരയും നീരും കൊടുത്തുണ്ടാക്കിയതായി ഈ കട. ഗോപാലേട്ടൻ അത് കൈക്കലാക്കി ആക്രിക്കടയാക്കി മാറ്റിയെങ്കിലും ഇവിടെ വിട്ടുപോകാൻ അച്ഛന്റെ മനസ്സനുവദിക്കുന്നു. അതേ മോളെ, അച്ഛന്റെ മനസ്സനുവദിക്കുന്നു. അച്ഛാ, അതിന് അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ല പറഞ്ഞേ. അച്ഛൻ എനിക്കറിയില്ലേ? നല്ല വാങ്ങുന്നേ. ആരാ അവിടെ? ചമേലി വന്നോ? അമ്മേ, മോളുടെ അച്ഛന്റെ കയ്യിലേ കാശൊന്നും ഉണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. എന്റെ കുട്ടിക്ക് പഠിക്കാനുള്ള കാശേ അമ്മ തരാട്ടോ. മോളെ പഠിച്ചു വലിയ ആളാവണം. എന്നിട്ടേ ഞാൻ കുരുത്താൻ കേട്ട മോന്റെ കയ്യിലേ ഈ കട നിങ്ങൾ തിരിച്ചു പിടിക്കണം കേട്ടോ. ഗോപാൽജി, അച്ഛാ, ഞാൻ പോവാ. ശരി മോളെ, സൂക്ഷിച്ചു പോണം. ശരി അച്ഛാ. ഒരേ ഒരു സ്വപ്നം, എന്റെ മോളെ പഠിപ്പിച്ച് വലിയ ആളാക്കും. എന്നിട്ട് എന്നെ പരിഹസിച്ചവരുടെ മുന്നിലൂടെ എന്റെ മോളെയും ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കണം. അതൊക്കെ പണവും പ്രതാപവും തറവാടിത്തമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നിന്നെ പോലെ കാലണയ്ക്ക് ഗതിയില്ലാത്ത ദളിതൻ ആ സ്വപ്നം കാണണ്ട. ഗോപാൽജി, എന്തുണ്ടടാ നിന്റെ കയ്യിൽ? ഞങ്ങളെ പോലെ പണമില്ലാത്ത പാവങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. ഈ ഭരണഘടനയിൽ അംബേദ്കർ അത് എഴുതി വെച്ചിട്ടുണ്ട്. അംബേദ്കർ ആ ദളിതൻ അങ്ങനെ പലതും എഴുതി വെച്ച് കാണും. അതൊക്കെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഞങ്ങളാ. അവന്റെ ഒരു ഭരണഘടന. ഗോപാൽജി, അങ്ങനെ ദളിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളാ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന പലതും. ഇനിയിപ്പൊ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതിന്റെ ഭരണഘടനയുണ്ടല്ലോ, വൈകാതെ ഞങ്ങളത് പൊട്ടിക്കും. എന്നിട്ട് ആക്കി വിലക്ക് തൂക്കി വിൽക്കും. ഞാൻ നോക്ക്, സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ വരുന്നുണ്ട്. നോക്കി നിൽക്കാതെ ഈ സാധനം ആ മൂലയ്ക്ക് വെച്ച് നവോത്ഥാനവും മതേതൃത്വവും എല്ലാം എടുത്തു മാറ്റണം.
എന്നിട്ടോ ഇതിനു വേണ്ടിയല്ല നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്. യഥാർത്ഥ കച്ചവടത്തിനുള്ള സമയം ഇതാണ്. നീ പോയി നമ്മുടെ ആക്രിക്കടയുടെ സീലെടുത്തു വാ. എന്നും ചോടാടോ ചോട് കെട്ടിക്കൊണ്ടോടെ നമ്മും കൊമ്പും നെട്ടിപ്പട്ടും ചോട് കെട്ടിക്കൊണ്ടോടെ കുഞ്ചപ്പാടും ചോരക്കാടും ചോട് കെട്ടിക്കൊണ്ടോടെ കേലഞ്ചോ കേലഞ്ചും കൈകോല എന്നും ചോടാടോ ചോട് കെട്ടിക്കൊണ്ടോടെ കൂകിപ്പായും തീവണ്ടി ചോട് കെട്ടിക്കൊണ്ടോടെ നാഗിപ്പാറും നേരന്ത്യ ചോട് കെട്ടിക്കൊണ്ടോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചോട് കെട്ടിക്കൊണ്ടോടെ ONGC-BPCL ചോട് കെട്ടിക്കൊണ്ടോടെ തറവാടിന്റെ അടിത്തറ മാന്തി ചോട് കെട്ടിക്കൊണ്ടോടെ ചേലഞ്ചോ ചേലഞ്ചും കൈകോല എന്നും ചോടാടോ ചോട് കെട്ടിക്കൊണ്ടോടെ. എല്ലാം വിറ്റു തൊലച്ചു അല്ലേ? എല്ലാം വിറ്റ് തടച്ചു. ഇപ്പോഴാ ഒരു സമാധാനമായത്. എല്ലാം വിറ്റ് കട കാലിയാക്കി. ഇനി വിദേശത്ത് പോയി സുഖമായി ജീവിക്കണം. എന്നാലേ നിങ്ങൾ വിൽക്കാൻ മറന്ന ഒരു സാധനമുണ്ട്. അതേത് സാധനം? നിങ്ങളുടെ പൈതൃക സ്വത്ത്. പൈതൃകമോ? ഈ എനിക്കോ? ആ ഇവിടെ നിൽക്ക്, ഇപ്പൊ കൊണ്ടുപോയി. ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മുൻകരുതൽ നല്ലതാ. ഇതാ നിൽക്കുന്നു നിങ്ങളുടെ അമ്മ. വിൽക്കുകയോ വളർത്തുകയോ എന്താന്ന് വിളിക്കൂടാ, നീ എല്ലാം വിറ്റ് തുലച്ചു. നിനക്കറിയോ നിന്റെ മുതുമുത്തച്ഛന്മാരെ മുണ്ട മുറുക്കിയെടുത്തുണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. എല്ലാം വിറ്റ് തുലച്ചില്ലടാ. വിത്തെടുത്ത് കുത്തിത്തിരുന്ന് നീ ഗുണം പിടിക്കാനാ മുടിഞ്ഞു. മോനെ, അവൻ അടിച്ചത് നിന്റെ മുഖത്താണെങ്കിലും കൊണ്ടത് അമ്മയുടെ നെഞ്ചിലാ മോനെ. Can you really be sure you are who you think you are? എന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിലെ ശബ്ദം ഓംകാരമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അണ്വായുധം നമ്മുടെ അർജുനന്റെ അസ്ത്രമാണ്. നിശബ്ദരായിരിക്കും, ശാന്തമായിരുന്നു കേൾക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹത്വേദിയിൽ ബഹളം ഉണ്ടാക്കരുത്, ദയവ് ചെയ്ത് ഇത് കൂടി കേൾക്കൂ. നമ്മുടെ ശാസ്ത്രം കണ്ടെത്തുന്നതെല്ലാം തന്നെ ഭാരതത്തിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്.
അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ. ഇത് വായിക്കും വന്നിട്ടല്ലോ. ഇത് മഹത്തായ ഞങ്ങളുടെ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. ഇവിടെ വന്ന് ബഹളം വെക്കുന്നു. എന്ത് വിട്ടിട്ടാണോ നിങ്ങൾ വിളിച്ചു പറയണേ? ഞങ്ങളൊക്കെ നാളേക്ക് നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളൊക്കെ വയലുകൾ ഗർഭം ധരിക്കുന്നതേ കണ്ണുനീരിൽ നിന്ന് നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടന്നത് ഈ ഭാരതത്തിലാ. മനസ്സിലായോ? ഗണപതിടാ ഗണപതി. നിങ്ങളെ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ കേട്ടിട്ടാ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് നൊബേൽ സമ്മാന ജേതാവായ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ വെങ്കി രാമകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ഇറങ്ങിപ്പോയത്. അയാൾ പോട്ടെ. ജർമ്മനിയിൽ നിന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇറങ്ങിപ്പോയത് ഇതേ കാരണം കൊണ്ടാ. അത് ജർമ്മനി, ഇത് ഭാരതം. അതായത് ഈ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന നിങ്ങളെ ഈ പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ, അതെന്താ? ഇവിടുത്തെ ദശാവതാര കഥകളാണ്. അത് മനസ്സിലായോ? മനുഷ്യൻ പറഞ്ഞു കൊടുക്കും. മനുഷ്യന്റെ മണ്ണും ചെറിയ രൂപം ഉണ്ടാക്കി അതിന്റെ മൂക്കിലോത് ജീവൻ കൊടുത്തു. അതല്ലേ മനുഷ്യൻ. കള്ള നൂറ്റെന്ന് പറഞ്ഞാലും സത്യാവില്ല. അസ്കർ, നമ്മൾ പഠിച്ചിട്ടില്ലേ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച്? ഡാർവിനെ കുറിച്ചൊക്കെ ഇവറ്റങ്ങളോട് പഠിച്ചിട്ടുണ്ടോ? പരിണാമ സിദ്ധാന്തം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്തിനാണോ പരീക്ഷയ്ക്ക് പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ കുട്ടിയിരുന്ന് ഉത്തരം എഴുതണേ? ഓ, അപ്പൊ മാർക്ക് കിട്ടാൻ നിങ്ങക്ക് ശാസ്ത്രം വേണം, ജീവിതത്തിൽ വേണ്ട അല്ലേ? സത്യത്തെ മറച്ചു വെക്കാനേ നിങ്ങളുടെ ഒരു കെട്ടുകഥകൾക്കും ആവില്ല. ഇവിടെ ശാസ്ത്രം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാ. നിങ്ങളെ പോലുള്ള ശാസ്ത്രജ്ഞരും അധികാരികളും കപട ശാസ്ത്രം പ്രചരിപ്പിക്കുകൊണ്ടാ ഇന്ത്യ ലോകത്തിന് മുന്നിൽ പരിഹസിക്കപ്പെടുന്നത്. ശാസ്ത്രം സത്യമാണ്. നിങ്ങൾ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ കേട്ടിരുന്നോളി, അതിലൊന്നും ഞങ്ങൾക്കില്ല. നമുക്ക് പോവാം. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവരൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് നിങ്ങൾക്കറിയാം. ശാന്തി ശാന്തി. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. മോളെ, ഇങ്ങനെ വെറുതെ വായിച്ച് കളയാനോ ഒന്നല്ല പ്രതിജ്ഞ. അത് മനസ്സിൽ തട്ടി വേണം ചൊല്ലാൻ, എന്നാലേ അർത്ഥപൂർണമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരും. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ
സമ്പൂർണതയും വൈവിധ്യവും ഉള്ളത് കൊണ്ടാണ് മോളുടെ അമ്മയ്ക്ക് അംബികാദേവിയായും മോളുടെ ബാപ്പയ്ക്ക് അബ്ദുൾ അസീസായും ഈ രാജ്യത്തെ അരുതെന്ന് പറയുവാൻ ആര് കാണും? ഞാനുണ്ട് കൂട്ടിനിന്ന് ആരു ചൊല്ലും? മതമിന്റെ വീട്ടിൽ മക്കൾക്ക് കാവലാ ഏതു ദൈവം? മക്കൾക്ക് കാവലാ ഏതു ദൈവം? ചന്ദനപ്പൊട്ടും നിസ്കാരത്തഴമ്പും കത്തിക്കരിഞ്ഞ ശവങ്ങളിൽ നിന്ന് മക്കളെ എങ്ങനെ കണ്ടെടുക്കും? കണ്ടെടുത്തെന്നാലും എന്തു കാര്യം? കണ്ടെടുത്തെന്നാലും എന്തു കാര്യം? എവിടെയാ പാപ്പ? ഈ നാട്ടിലെ പാപ്പ പറഞ്ഞ വൈവിധ്യം. മതത്തിന്റെ പേരില് മനുഷ്യന്മാർ തമ്മില് വെട്ടിമറിക്കല്ലേ? ഈ നാട്ടിൽ ജീവിക്കാൻ എനിക്ക് പേടിയാ പാപ്പ. മോള് പേടിക്കണ്ട. അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളെ വിചാരിച്ചാൽ എളുപ്പത്തിൽ ഊതിക്കെടുത്താൻ കഴിയുന്നതല്ല ഈ മണ്ണിലെ നന്മയുടെ തിരുനാളങ്ങൾ. എന്ത് വേണം? അസീസിന്റെ വീടല്ല. അതെ, ഞാനാണ് അബ്ദുൾ അസീസ്. 30 വർഷക്കാലം പിറന്ന നാടിന് വേണ്ടി സേവനം ചെയ്ത സൈനികനാണ് സാർ ഞാൻ. അതിനെന്താണ് തെളിവ്? ഈ തകർന്ന കാലാണ് സാറേ തെളിവ്. അതൊക്കെ ആർക്ക് വേണം? നീ ഒരു ഇന്ത്യൻ പൗരനാണെന്നതിനുള്ള രേഖകളുണ്ടോ? നിന്നോട് രേഖകളുമായി വില്ലേജ് ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞിരുന്നു സാർ. കിട്ടാവുന്ന രേഖകളൊക്കെ ഞാൻ ഹാജരാക്കി. പക്ഷേ അതൊന്നും അവർ അംഗീകരിച്ചില്ല. ഇന്ത്യൻ പൗരനായതുകൊണ്ടല്ലേ സാറേ ഞാൻ ഇന്ത്യൻ സൈനികനായത്. ഇതിനും വലിയ എന്ത് രേഖയാണ് സാർ ഞാൻ ഹാജരാക്കേണ്ടത്? അസീസ്, നാളെ നേരം പുലരുന്നതിന് മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ, ഡിറ്റൻഷൻ ക്യാമ്പുകൾ
നാളെ നേരെ പുലരുമ്പോ അവൻ എന്നെ കൊണ്ടുപോകും. അംബികാദേവി, നിനക്ക് നമ്മുടെ മോൾക്ക് നമ്മുടെ ഈ മണ്ണിൽ നിൽക്കാനോ? നിനക്ക് കഴിയോ അസീസ്? നീ എന്നെയും നമ്മുടെ മോളെ വിട്ടു പോവാൻ നിനക്ക് കഴിയോ? നിനക്ക് രാജ്യത്തെ കിട്ടിയ മെഡലില്ലേ? അത് മാത്രം പോയി തിരിവരുത്. മത്സരത്തിൽ കൊടുത്ത് അധികാരികളുടെ മുന്നിലേക്ക്. അതിന് തെളിവ് നമുക്ക് വേണ്ടത്. അതെ, അത് ഞാൻ മറന്നു പോയതാ. ബാബന്റെ പെട്ടിയെടുക്ക്. അത് പറയുന്നുണ്ട് അവിടെ അതിന് നോക്ക്. ഒന്ന് നോക്കണേ. പിണ്ടാവടി കാണാതെ അവിടെ പോകാൻ. പിണ്ടാവടി പോണേ. അതവിടുത്തെ കാണാൻ പോണേ. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയതൊന്നും തോന്നിപ്പോയതാ. നമ്മള് കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ആദ്യം കൊടുത്തില്ല. ഇനി ആ കൂട്ടത്തിൽ എങ്ങാനും അവിടെ ഉണ്ടാവും അസീസ്. അത് അവിടെ തന്നെ കാണും. അത് അവിടെ തന്നെ കാണാം. ഉണ്ടാവൂലേ? എന്നാലും ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം. ഹേയ്, ഈ രാത്രിയിൽ പോണ്ട അസീസ്. നമുക്ക് നാളെ രാവിലെ ഒരുമിച്ച് പോയി നോക്കാമേ. എന്നാലേ ഉറക്കം വരില്ല. നേരം പുലരുന്നവരെ കാത്തിരിക്കാനേ എനിക്ക് നേരില്ല. എനിക്കൊരു സമാധാനവും ഇല്ലേ? മോള് പേടിക്കണ്ട കേട്ടോ, ബാപ്പ വന്നോളൂ. ഈ മണ്ടൻ ഇത് എവിടെ പോയി കിടക്കുന്നു? മാതാവിന് ഉറങ്ങാൻ സമയമായി. കമ്പിളി പുറപ്പെടുത്ത് കൊടുക്കൂ. തണുപ്പ് കാലമാ. കമ്പിളി പൽപ്പേ, കമ്പിളി പൽപ്പേ. എടാ, ആ തള്ളക്കല്ല, മാതാവിന് കൊടുക്കൂ. ഗോമാതാവിന് കൊടുക്കൂ വത്സ. പെറ്റ തള്ളക്ക് പുറത്തു കൊടുക്കുക. കടയടക്കല്ലേ? എന്താ എന്ത് വേണം? അതെ, അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പഴയ സാധനങ്ങൾ എടുത്തിരുന്നില്ലേ? ആ കൂട്ടത്തിലെ എന്റെ ഒരു മെഡൽ ഉണ്ടായിരുന്നു. ഗോപാൽജി, അതെ, ആ മെഡല് അതെനിക്ക് തിരിച്ചു തരണം. അതിർത്തിയിൽ തീവ്രവാദികളുമായി പോരാടിയതിന്
രാഷ്ട്രപതിയിൽ നിന്ന് ലഭിച്ച മെഡലാ അത്. പാകിസ്ഥാൻ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരണത്തോട് മല്ലടിച്ച് മാതൃരാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച ധീരദേശാഭിമാനി ലഫ്റ്റനന്റ് കേണൽ അബ്ദുൾ അസീസ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും വിശിഷ്ട സേവാ മെഡൽ സ്വീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളു. അതെന്റെ ഓർമ്മയില് ഇപ്പോഴങ്ങനെ മായാതെ കിടക്ക. ആ മെഡല് അതെനിക്ക് തിരിച്ചു തരണം. വേണ്ടല്ലേ? അബ്ദുൾ അസീസ് രാഷ്ട്രപതി, അയാളുടെ കുടുംബം വരെ ഇപ്പൊ തടവറയിലേക്കാ പോകുന്നത്. പിന്നെയാ നീ. എനിക്കത് കിട്ടിയേ പറ്റൂ. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്നതിന്റെ അവസാനത്തെ തെളിവായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കത് തിരിച്ചു തരാം. അതൊന്ന് കൊടുത്തേ. കണ്ടില്ലേ ആ മനുഷ്യൻ നെഞ്ചുപൊട്ടി കരയുന്നത്? പൊട്ടട്ടടാ പൊട്ടട്ടെ. ഇനി പലരുടെയും നെഞ്ചിവിടെ കിടന്ന് പൊട്ടും. അതൊക്കെ കൊടുത്തേക്കടാ. ഇതേ നീ ഇതുവരെ ചെയ്ത ദ്രോഹം പോലാവില്ല, അനുഭവിക്കേണ്ടി വരും. എവിടെ നിന്ന് കേറി വന്ന ഭരതന്മാർക്ക് കേറി നിറങ്ങാനുള്ളതായി പുണ്യഭൂമി. ഭരതന്മാര് ആരാണ് ഭരതന്മാരല്ലാത്തത്? ആര്യന്മാര്, യവനന്മാര്, തുർക്കുകൾ, മംഗോളുകൾ, അങ്ങനെ എല്ലാരും ഭരതന്മാരാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞ നീയോ ഞാനോ? അതെ, ഇപ്പറഞ്ഞ വംശങ്ങളുടെ എല്ലാം ചോര തന്നെയാ എന്റെയും നിന്റെയും ഇവന്റെ എല്ലാം സിരകളിൽ ഇടകലർന്ന് ഒഴുകുന്നതും. എന്റെ മെഡല് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എടാ മോനെ, അതങ്ങ് കൊടുത്തേക്കണം. നീ ഇപ്പൊ ഉള്ളം കയ്യിൽ സമ്മാനമാണെന്ന് ഈ ജനമുണ്ടല്ലോ, നിനക്കെതിരെ തിരിയാൻ അധികകാലം വേണ്ടി വരില്ല. കരുതിയിരുന്നോ? അവരിനോട് കണക്ക് ചോദിക്കും. നീ ഓർത്തോ? നീയും നിന്റെ യാത്രകളെ മുടിഞ്ഞു ഓടാ. എന്നെ വേണമെങ്കിൽ ശപിച്ചോളൂ, എന്റെ ഈ യാത്രികളെ ശപിക്കരുത്. പണ്ട് ഒരു സായിപ്പും ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒടുക്കം അയാൾ സ്വയം വെടിവെച്ച് മരിക്കേണ്ടി വന്നു. നിങ്ങളെ രണ്ടാളെ എവിടെയോ ഞാൻ നമ്മളെ മനസ്സിലായി. മുത്തിനെ നമ്മളെ മനസ്സിലായില്ലാണ്ടോ? മുത്തേ സത്തേ ചക്കര മുത്തേ ഓർമ്മയുണ്ടോ? അല്ല മക്കളെ, ഇതെന്താ ഈ കോലത്തിന് വല്ല കോൽക്കളിയുണ്ടോ? ഇത് കോൽക്കളിയല്ല മുത്തേ, സംഗതി ഇത്തിരി സീരിയസ്. നിങ്ങൾ പേപ്പറൊന്നും വായിക്കാറില്ലേ? അറിഞ്ഞില്ലേ? പൗരത്വം. അതിന്റെ പേരില് നമ്മുടെ ആളുകളെയൊക്കെ ഇപ്പൊ നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടുന്ന്. മനസ്സിലായില്ല ഷാഫിയെ? നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കാം. ബഹുമാനപ്പെട്ട എന്റെ മോമിങ്ങളെ, നിങ്ങളോടൊരു കാര്യം പറയാണ്. പണ്ട് നമ്മളെ പൂപ്പമാര് വെള്ളക്കാരനോട് സമരം ചെയ്ത് നെഞ്ഞിൽ വെടിയേറ്റ് വാങ്ങിയ ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ചില ആളുകള് തട്ടിയെടുക്കാൻ നോക്കാൻ മക്കള്. അതുപോലെ തന്നെ നമ്മളെ മതേതര രാജ്യം അത് ഒരു മതരാജ്യമാക്കാൻ നോക്കാൻ മക്കളെ. അത് നമ്മള് സമ്മതിക്കൂല കേട്ടോ. മതേതരത്വം എന്നാണ് നിങ്ങൾക്കൊക്കെ മതേതരത്വ ബോധം ഉണ്ടായത്? നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് ഈ കാണുന്ന ജനങ്ങൾക്ക് നന്നായി അറിയാം.
ഇവിടെ കൂടുതൽ മുസ്ലിങ്ങളാണെങ്കിലേ നീയൊക്കെ കൂടി ഇത് മുസ്ലിം രാജ്യമൊക്കെ നോക്കിയതാ. മതമിളകി വരാൻ മതമല്ല പലതരത്തിലായത്. അതേ നേരത്തും ജനാധിപത്യവും ഭരണഘടനയുമാ. നിന്റെയൊക്കെ ഈ പേക്കൂത്തുണ്ടല്ലോ, ഇത് ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്കേ ഗുണം ചെയ്യൂ. അതുകൊണ്ട് പൗരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ വർഗീയ കൊടി അല്ല പിടിക്കേണ്ടത്. ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഇന്ത്യൻ ദേശീയ പതാകയ ഉയർത്തിപ്പിടിക്കേണ്ടത്. മാപ്പിളയെ പറയിപ്പിക്കാനായിട്ട് മാപ്പിള ഹിന്ദു ഒരിക്കലും രാജ്യം മതത്തിന്റെ പേരിൽ വെട്ടി മുറിച്ചപ്പോ അവിടേക്ക് പോവാതെ ഈ മണ്ണിൽ ഉറച്ചു നിന്നവരാണ് നിങ്ങളെയും എന്റെയൊക്കെ വല്യപ്പമാര്. പോയി ചരിത്രം പഠിക്കണ. ഓനിപ്പോ നമ്മളെ ചരിത്രം പഠിപ്പിക്കാൻ വന്നിരിക്കുക. ആയ കാലത്ത് നമ്മള് ചരിത്രം പിന്നെ പറ്റി ഈ ഭാഗം മതത്തിനുമപ്പുറം ചിന്തിക്കുന്ന ഇത്തരം പച്ച മനുഷ്യന്മാരാ നമ്മുടെ നാടിന്റെ കരുത്ത്. അസീസ് ഭായ്, പേടിക്കണ്ട. നിങ്ങൾക്കൊരിക്കലും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരില്ല. നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും. ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. തങ്കമേ എൻ പെൺകിടാവേ, ഇമ്പമേറും സുന്ദരിയേ, ചങ്കുപൊട്ടിക്കരയുന്നു സഹിപ്പാറല്ല. ആരോടു ഞാൻ പറയേണ്ടോ, എങ്ങോട്ടു ഞാൻ പോയിടേണ്ടോ, ഒട്ടുമേ സഹിപ്പതല്ല മൽപ്രിയ സഖിയേ. തിരിച്ചു ഞാൻ കൂരതന്നിൽ വേദനയാൽ നോക്കിടുമ്പോൾ ശവമല്ലാതെ താനിന്നാനേ അച്ഛാ ആഗ്രഹിച്ച പോലെ ഓള് പഠിച്ച് വിജയിച്ച് വലിയ ആളായി. എന്നിട്ട് എന്തിനാ എന്റെ പൊന്നു മോള് ഈ കഴിവേ ചെയ്ത? നമ്മളെപ്പോലുള്ളവരെ എത്ര ഉയർത്തിയാലും ഒരു കാര്യമില്ല അച്ഛാ. നമ്മളൊക്കെ പുഴുക്കള. ഇവിടുത്തെ മേലാളന്മാർക്ക് നമ്മളൊക്കെ പുച്ഛ, അറപ്പ, വെറുപ്പ.
ICS ആവണത്രേ. തോട്ടിയുടെ മകൾക്ക് കളക്ടർ ആകണത്രേ. ഇവിടെ ഓരോ ജാതിക്കാർക്കും ഓരോ തൊഴില് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താ മതി. In this world, Charvania, the fourth caste, Maya Africa, I create. The amount of misunderstanding that has been crept into the hearts of not only the outside India, but even the Indian youngsters is enormous. കണ്ടില്ല അച്ഛാ, ഇങ്ങനെ ആട്ടും തുപ്പും സഹിച്ച് നാടോ പാടോ കെട്ട് പുഴുക്കളെ പോലെ കണ്ടില്ലേ എന്റെ മോള് കിടക്കുന്നത്? എനിക്ക് അവളെ അടക്കം ചെയ്യണം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന മണ്ണ് നിങ്ങൾ കൈക്കലാക്കി. അല്ല, അവകാശം ചോദിക്കുകയല്ല. എന്റെ മോളെ ഞാൻ ഈ മണ്ണിൽ അടക്കിക്കോട്ടെ. നിന്റെ മോളുടെ ശവശരീരം ഈ മണ്ണിലടക്കിയാലേ ഭാരതാംബ ശുഭ്രാവും. ആര്യന്മാരുടെ മണ്ണ, അതൊക്കെ തന്നെയല്ല. ഞങ്ങളുടെ താഴ്വരയില നിങ്ങൾ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. കുഴിച്ചു നോക്കിയാൽ കാണാം കളിച്ചവന്റെ ചരിത്രം. എടുത്തോണ്ട് പോടാ. ചങ്കുപൊട്ടി കരയുന്നോ സഹിപ്പതല്ല. തങ്കമേ എൻ പെൺകിടാവേ, ഇമ്പമേറും സുന്ദരിയേ, ചങ്കുപൊട്ടി കരയുന്നോ സഹിപ്പതല്ല. ഞങ്ങളുമുണ്ട് നിന്നെ പോലെ പിറന്ന മണ്ണിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവർ. ഇതുപോലത്തെ എന്റെ മക്കളെ വിറ്റ് ചീന്തി കെട്ടി തൂക്കി അടക്കാൻ ഒരു പിടി മണ്ണില്ലാതെ ഞാൻ ഇതാ നിന്നെ പച്ചകിലിട്ട് പ്രിയ സഖിയേ, അമ്മയുടെ ജനവുമായി അടുക്കാൻ ഒരു തടി മണ്ണില്ലാതെ കാലങ്ങളോളം നടന്ന് തന്ന മകനാണ് ഞാൻ. ഇങ്ങോട്ടു പോയിടേണ്ടു ഒട്ടുമേ ശ്വാസ
ശ്വാസം പോലും കിട്ടാണ് പിടച്ചു മരിച്ച ഈ 5 മക്കളുടെ കരച്ചില് നിങ്ങൾ കേൾക്കണില്ലേ? ഭക്ഷണത്തിന്റെ പേര് ആൾക്കൂട്ടം തല്ലിത്തന്ന എന്റെ മാപ്പാന്റെ മയ്യത്തായിരുന്നു. ശരീരം നടക്ക്. ഈ രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പ് അവസാനമായി നമുക്ക് നമ്മുടെ ദേശീയ ഗാനം ഒരിക്കൽ കൂടി ചൊല്ലണ്ടേ? ചൊല്ലണം. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലചിതരംഗ തവ ശുഭ നാമേ ജായേ तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे തിരിച്ചു ഞാൻ കൂര തന്നിൽ എന്നെ നിന്നത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കാൻ മറന്നില്ലേ? ഇന്ത്യയിൽ പിറന്നവർ, ഇന്ത്യയിൽ വളർന്നവർ, ഇന്ത്യ എന്ന മണ്ണിൽ വീണലിഞ്ഞിടാനുറച്ചവർ. ഇന്ത്യയിൽ പിറന്നവർ, ഇന്ത്യയിൽ വളർന്നവർ, ഇന്ത്യ എന്ന മണ്ണിൽ വീണലിഞ്ഞിടാനുറച്ചവർ. ഈ രാജ്യം നിന്റെ തറവാട്ട് സ്വത്തല്ല. ആദ്യം നീ നിന്റെ പൗരത്വം തെളിയിക്കുക. താനിന്നാനേ താനിന്നാനേ താനേ താനേ താനിന്നാനേ താനിന്നാനേ താനേ ഇന്നലെ സ്വപ്നം കണ്ടേ താനിന്നാനേ താനിന്നാനേ താനേ താനേ താനിന്നാനേ താനിന്നാനേ താനേ പോവല്ലേ? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പോവല്ലേ? താനിന്നാനേ താനിന്നാനേ അവരിങ്ങനെ ഇറങ്ങി പോണ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? താനിന്നാനേ അറിയാൻ പോലും തോന്നിയില്ലേ? താനിന്നാനേ ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒന്ന്. നമ്മളൊക്കെ എന്ത് മനുഷ്യന്മാരല്ലേ? സ്വപ്നം പക്ഷേ നാളെ നമുക്ക് പോകേണ്ടി വരും ട്ടോ. കണ്ടേ
വിദ്യാർത്ഥികൾ നാം എല്ലാരും, അതിനാൽ നാം ഇവിടെ തന്നെ പൊറുക്കും. അതിനാൽ നാം ഇവിടെ തന്നെ വസിക്കും. തനിമകളുടെ വേദം നിറഞ്ഞ അഭയാർത്ഥികൾ നാം എല്ലാരും, അതിനാൽ നാം ഇവിടെ തന്നെ പൊറുക്കും. അതിനാൽ നാം ഇവിടെ തന്നെ വസിക്കും. 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 ഇന്ത്യയിൽ പിറന്നവർ, ഇന്ത്യയിൽ വളർന്നവർ, ഇന്ത്യ എന്ന മണ്ണിൽ വീണലിഞ്ഞിടാൻ ഉറച്ചവർ. ഇന്ത്യയിൽ പിറന്നവർ, ഇന്ത്യയിൽ വളർന്നവർ, ഇന്ത്യ എന്ന മണ്ണിൽ വീണലിഞ്ഞിടാൻ ഉറച്ചവർ. എന്തിനെന്നു ഹിന്ദുവെന്നു മുസ്ലിമെന്നു ക്രിസ്ത്യനെന്ന് ഇന്ത്യ തന്റെ മക്കളെ പിളർന്നു നിങ്ങൾ. എന്തിനെന്നു ഹിന്ദുവെന്നു മുസ്ലിമെന്നു ക്രിസ്ത്യനെന്ന് ഇന്ത്യ തന്റെ മക്കളെ പിളർന്നു നിങ്ങൾ. ഇന്ത്യ എന്ന സ്വപ്നം കവർന്നു നിങ്ങൾ. ഇന്ത്യയിൽ പിറന്നവർ, ഇന്ത്യയിൽ വളർന്നവർ, ഇന്ത്യ എന്ന മണ്ണിൽ വീണലിഞ്ഞിടാൻ ഉറച്ചവർ. പ്രിയമുള്ളവരെ, കലാജാഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിലെ അഭിനേതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജാഥാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ജാഥയുടെ ക്യാപ്റ്റനായിട്ടുള്ള വിഷ്ണുവിനെ ക്ഷണിക്കുകയാണ്. വിഷ്ണു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ എലവഞ്ചേരി യൂണിറ്റിലെ പ്രവർത്തകനും കൊല്ലങ്കോട് മേഖലയിലെ എലവഞ്ചേരി യൂണിറ്റിലെ പ്രവർത്തകനും ഈ ജാഥയുടെ ക്യാപ്റ്റനുമാണ്. ബാക്കി ജാഥാംഗങ്ങളെ വിഷ്ണു പരിചയപ്പെടുത്തും. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഈ ജാഥയുടെ മാനേജർ കൂടിയായ മോഹനേട്ടനാണ്. മോഹനേട്ടൻ ഒരു പഞ്ചായത്തിലെ ജീവനക്കാരനാണ്. ഈ ജാഥയുടെ മുഖ്യ പരിശീലകനും 82 മുതൽ പരിഷത്ത് കലാജാഥയിലെ നിറസാന്നിധ്യവുമായ രാജപ്പേട്ട ഇടുക്കി സ്വദേശിയാണ്. അടുത്തത് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അനു ചെർപ്പളശ്ശേരി മേഖലയിലെ പരിഷത്തിന്റെ പ്രവർത്തകയാണ്. അനൂപ് അകമ്പാട യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്, പഠിതാവാണ്. കുമാരൻ മണ്ണാർക്കാട് മേഖലയിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്. സനൂപ് എലവഞ്ചേരി യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്. ശ്യാം എലവഞ്ചേരി യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്, ഒരു ജീവനക്കാരനാണ്. ജിജിൻ കിഴക്കഞ്ചേരി യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്. സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവണി കോട്ടയം സ്വദേശിയാണ്, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അൽഷിഫ GUPS വട്ടേക്കാട്ടിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എലഞ്ചേരിയിലെ ബാലവേദിയുടെ കുട്ടിയാണ്. ശ്രുതി മലമ്പുഴ യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകയാണ്, IRTCയിലെ പണി ചെയ്യുന്നു. ദേവദാസ് കൊല്ലങ്കോട് യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രസിഡന്റാണ്. കൂടാതെ ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്തത് ദേവേട്ടനാണ്. അനൂപ് ഞങ്ങളുടെ സംഗീതം നിയന്ത്രിച്ചത് അനൂപാണ്. അനൂപ് പുതുശ്ശേരി യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്. ഗിരീഷ് എലവഞ്ചേരി യൂണിറ്റിലെ പരിഷത്തിന്റെ പ്രവർത്തകനാണ്.